റെജി ലൂക്കോസ്, നാളെ ആഘോഷം ആണ്, ഔദ്യോഗിക ആഘോഷമാണ് നാളെ. മാത്രമല്ല ഫോട്ടോഷൂട്ടും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശ്രീ നാണു വിശ്വനാഥ് പറഞ്ഞ പോലെ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കേരളത്തെ ഒരു കയറ്റുമതി ഇറക്കുമതി സംസ്ഥാനമാക്കാൻ വേണ്ടിയുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ മറ്റ് ചെറു പോർട്ടുകളിലേക്ക് കാർഗോ കൊണ്ടുപോകേണ്ട ഒരു മദർ പോർട്ടായി മാത്രം അവശേഷിക്കും നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ ആ രീതിയിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഭരണകർത്താക്കൾ, മാത്രമല്ല കൂടുതൽ പ്രാവീണ്യമുള്ള ഈ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യമുള്ളവരുടെ അവരുടെ ഉപദേശം നിർദ്ദേശം ഇതൊക്കെ തേടുക, അതല്ലേ വേണ്ടത്? അതിനോട് ഞാൻ ഭാഗികമായിട്ട് ചോദിക്കും. ബഹുമാനപ്പെട്ട നാണു വിശ്വനാഥനാണ് ഈ ചർച്ച പങ്കെടുക്കുന്നത്. ആദ്യ ഭാഗത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം ഇത് ശബ്ദത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ബഹുമാനായ നാണു വിശ്വനാഥുമായിട്ട് പിന്നെ ആ സമരകാലത്ത് 1-2 ചർച്ചയിൽ പങ്കെടുത്തായിട്ടാണ് എന്റെ ഓർമ്മ ചെയ്യുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ മുഴുവൻ കാര്യങ്ങളും സാഗൂതം ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ വീക്ഷണത്തോടും അല്ല ഈ ചർച്ച ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് രക്ഷപ്പെടുത്തണം. ലോകത്തിൽ പല സ്ഥലത്ത് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം അമേരിക്കയാണല്ലോ. ഈ അമേരിക്കയുടെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്നത് മുഖ്യ പങ്ക് വഹിക്കുന്ന അവിടുത്തെ തുറമുഖങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ തുറമുഖങ്ങളുടെ വ്യാപ്തി കൂടുന്നതോറും ആ രാജ്യത്തിന്റെ GDP പോലും ഈ തുറമുഖങ്ങൾ ബാധിക്കും. എന്തുകൊണ്ടാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ലോകവ്യാപകമായിട്ട് വിപണി കീഴടക്കിയിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ അമേരിക്കയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 80% പിന്നെ പ്രോഡക്റ്റുകൾ വരുന്നത് പിന്നെ ചൈനയിൽ നിന്നാണ്. നമുക്കത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിന് മുഖ്യ ഘടകങ്ങളിൽ ഒന്നായിട്ട് ഈ തുറമുഖം മാറുന്നുള്ളത് യാതൊരു തർക്കമില്ല. എന്റെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ തന്നെ അനുവദിക്കുന്നത്. അതായത് 1.5 വർഷം മുമ്പ് ഞാൻ എത്യോപ്യയിൽ ഒരു യാത്ര നടത്തി. ഏതാണ്ട് ഒരു 10-25 ദിവസം ദീർഘമായി എത്യോപ്യ മുഴുവൻ യാത്ര ചെയ്ത് ഞാനവിടെ പോയത് ഒരു മലയാളികളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ ആദ്യത്തെ ദിവസം അന്ന് പിന്നെ ആഡിസ് അബാബയിലെ ഇന്ത്യൻ എംബസിയിൽ, ഒരുപക്ഷെ നാണു വിശ്വനാഥിനൊക്കെ അറിയാമായിരിക്കും, അവിടുത്തെ ഇന്ത്യൻ എംബസിയിലെ ഹാളിലാണ് ഈ പ്രോഗ്രാം നടന്നത്. അവിടെ അന്നത്തെ ബഹുമാനപ്പെട്ട, ഇന്നും അദ്ദേഹത്തിന്റെ റോബർട്ട് എന്ന് പറയുന്ന ഒരു മണിപ്പൂർ സ്റ്റേറ്റ് സംസ്ഥാനക്കാരനാണ് നമ്മുടെ അംബാസഡർ. വളരെ പിന്നെ സിമ്പിൾ ആയിട്ട് ഇടപെടുന്ന ഒരാള്. അന്ന് അദ്ദേഹമായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ഞങ്ങൾ വെളിയിലിരുന്ന് ഇന്ററാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന സംഭവമുണ്ട്. ഞാൻ ചോദിച്ചു, സാറേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അൺഡെവലപ്ഡ് കൺട്രിയാണ് ഈ എത്യോപ്യ, എന്നാൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെന്റ്സിനും പ്രകൃതി അനുഗ്രഹിക്കുന്നതിനും വളരെ അനുകൂലമായ സാഹചര്യമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ രാജ്യത്തിന് പോർട്ടില്ല. ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്താണ്, അവരുടെ അതിർത്തിയുള്ള ഈ ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്താണ് അവരുടെ പോർട്ടിൽ നിന്നാണ് അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. 4 ഇരട്ടി എക്സ്പെൻസ് കൂടുതലാ. നല്ലൊരു മെഡിക്കൽ കോളേജ് പോലും ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ ബാലികേറാമലയാണ്. പിന്നെ അവിടെ ക്ലിയറൻസ് ബുദ്ധിമുട്ടാണ്. പിന്നെ ജിബൂട്ടി തോണ്ട രാജ്യത്ത് നിന്ന് ഈ കാർഗോയിൽ ഇത് കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ലോറികളിൽ കൊണ്ടുവരുമ്പോൾ ആക്രമണകാരികൾ ഇത് പിടിച്ചു നടക്കുന്നു. വലിയൊരു നിർഭാഗ്യമാണ്. കാരണം ഇവർക്ക് തോന്നുകയില്ല, കടൽത്തീരം അവർക്കില്ല. അല്ലായിരുന്നെങ്കിൽ ഈ എത്യോപ്യ എന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ പോലെയാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പൊ യൂറോപ്പിലാണ് അതൊരു വിഷയമല്ല, കാരണം സ്വിറ്റ്സർലൻഡിന് സ്വന്തമായിട്ട് തുറമുഖമില്ല. അവരൊക്കെ അതുപോലെയല്ല. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാനത്ത്, ഐ ആം കമ്മിങ് ഫ്രം സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ, കേരളം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനോട് എടുക്കത്ത് വായിക്ക് പറയാ, എന്റെ മലയാളി സുഹൃത്തുക്കളുണ്ട് അവിടെ, നിങ്ങളുടെ പിന്നെ തുറമുഖം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തുറമുഖമായിട്ട് മാറും എന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് ഈ ചർച്ച പറയാനുള്ളത്. കാരണം ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നേരത്തെ എന്നോട് ആദ്യത്തെ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ല. വേറൊന്നുമല്ല, ഈ ഇടതുപക്ഷ സർക്കാർ കരിങ്കല്ലുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ വൈമുഖ്യം കാണിച്ചെന്ന് പറയുന്നത് അത് തെറ്റായ രീതിയിലുള്ള ഒരു വാദഗതിയാണ്. കാരണം കരിങ്കല്ലുകൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്നതിന് കോറികളുമായിട്ടുള്ള വിഷയങ്ങൾ ധാരണയിലെത്താൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആ സമയത്ത് തമിഴ്നാട്ടിലെ സർക്കാർ കേരളത്തിലേക്ക് മണലും കരിങ്കല്ലും കൊണ്ടുവരുന്നതിന് അവർ നിരോധിച്ചു. അന്നത്തെ, അതായത് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ ഭാഗത്തിൽ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് തേവറകോല് അദ്ദേഹത്തിന്റെ ടീമും ഈ തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും ഇതിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിനും ചെയ്ത സേവനങ്ങൾ ആർക്കും മറക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ചെന്നൈ പോയി ആ കൺസേൺ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെയും മന്ത്രിയെയും കണ്ട് ആ പ്രതിബന്ധം മാറ്റി, അങ്ങനെയാണ് ഈ കരിങ്കല്ല് ഫ്ലോ ആശുപത്രി വെളിഞ്ഞത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ ഈ ഗവൺമെന്റ് ചെയ്തൊരു വലിയ സേവനങ്ങളാണ്. ഈ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് ഞാൻ ശരിക്കും പറയുന്നത്, നാണു വിശ്വനാഥിനെ പോലുള്ള മാരിടൈം എക്സ്പേർട്ട് ബിസിനസ് എസ്റ്റാബ്ലിഷ് അദ്ദേഹത്തിനെ പോലുള്ളവർ പറയുന്നത് നമ്മൾ കാതോർത്തേ പറ്റുള്ളൂ. വൻ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് വരാൻ പോണത്. എത്രയോ രാജ്യങ്ങളുടെ പിന്നെ കോൺസുലേറ്റുകൾ നമ്മുടെ തിരുവനന്തപുരത്ത് വരും. ഇപ്പോൾ തന്നെ നിലവിൽ 2 7 സ്റ്റാർ പ്ലസ് 3 5 സ്റ്റാർ ഹോട്ടലുകൾ അവിടെ സ്ഥലം വാങ്ങി നിർമ്മാണങ്ങൾ 1-2 തുടക്കം കുറിച്ചെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാമ്പത്തിക വികസനങ്ങള്, നമ്മുടെ രാജ്യത്തിന് വരാൻ പോകുന്ന ഡെവലപ്മെന്റ്സുകൾ, മദർഷിപ്പുകൾ അടുക്കുന്നതിലെ സ്വാഭാവികമായ 3ാമത്തെ തുറമുഖമായ വിഴിഞ്ഞം
ഈ രാജ്യത്തിന്റെ GDP പോലും സ്വാധീനിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ മൈൻഡ് സെറ്റ് മാറുന്നതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു, ഞാൻ അത് അംഗീകരിക്കുക. അതായത് വികസന കാര്യത്തിൽ ഒരിക്കലും എതിർപ്പ് വരാൻ പാടില്ല. വികസനം നടക്കുമ്പോൾ വിട്ടുവീഴ്ചകൾ വേണം. നേരത്തെ രണ്ടാമത് സംസാരിച്ച് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ പോലെ ഈ ടണൽ എന്ന് പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ച ഒരാളാണ്. ശരിയാണ്, എനിക്കും തോന്നിയായിരുന്നു. കാരണം അവിടെ ഡബിൾ ഡെക്കർ കണ്ടെയ്നറുകൾ കയറ്റാത്ത രീതിയിലുള്ള ട്രെയിൻ സർവീസുകൾ തുടങ്ങാനുള്ള സാഹചര്യം കുറവാന്നാ പറയുന്നത്. ഞാൻ മനസ്സിലാക്കി ശരിയാണെന്നുണ്ടെങ്കിൽ അവിടെ റെയിൽ റോഡ് ഗതാഗതത്തിന് റെയിൽവേ ബോർഡ് ഉടനെ തന്നെ അനുമതി നൽകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്ര സർക്കാരും നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷനും ഷിപ്പിംഗ് മിനിസ്റ്ററും ഈ വിഴിഞ്ഞ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പിന്തുണ തരുന്നുണ്ട്. അദാനിയെ കൂടി ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം നേതാവിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മദർഷിപ്പ് ക്രെയിനുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം രാവിലെ നടത്തിയ പത്രസമ്മേളന വേദനയോടുകൂടി ഇന്നലെ കാണാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തെ പോലുള്ളവരും നമ്മുടെ പ്രതിപക്ഷം ഇത്തരം പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോകാമായിരുന്നു ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാൻ. അല്ല, നാളെ ഇനി അവർക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അടുത്തൊരു തലമുറ ഇത് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. ലക്ഷങ്ങളാണ് ഇതിലൂടെ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അല്ലെ, ഒരൊറ്റ കാര്യം കൂടെ നാണുവിശ്വാസനോട് അറിയാം, നമ്മുടെ കൾച്ചർ മാറാൻ പോവാ. നമ്മൾ വിദേശികളും ഇത്തരമുള്ള ട്രാൻസാക്ഷനിലൂടെ നമ്മുടെ സംസ്കാരം തന്നെ മാറും. നമ്മുടെ മനുഷ്യരോടുള്ള ഇടപെടലിൽ നമ്മൾ ഇത് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ബഹുമാനപ്പെട്ട വാജ്പേയി ഇന്ത്യ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ജന്മദിനമായ ക്രിസ്മസ് 25-ാം തീയതി ഉൾപ്പെടെയുള്ള ഒരാഴ്ച അദ്ദേഹം കുമരകത്ത് നിന്ന് താമസിച്ചു. അന്ന് വരെ കുമരകം എന്ന് പറയുന്ന സ്ഥലത്ത് 100 രൂപ പോലും സെന്റിന് സ്ഥലത്തിന് വിലയില്ലായിരുന്നു. ഇന്ന് ആ കുമരകം ലോക ഭൂപടത്തിലെ 12ാം സ്ഥാനത്താണ്. കുമരകത്തെ ഏത് കൊച്ചുകുട്ടിയും പ്രായം ചെന്നവർ പോലും ഇന്ന് സുഖമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. പിണറായി വന്നുകൊണ്ടാണ് കുമരകം ലോക ഭൂപടത്തിൽ അടയാളം നേടിയതെന്ന് പറയരുത് പ്ലീസ്. അല്ല, എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. അല്ല, പിണറായി വന്നതുകൊണ്ടാണ് കുമരകം ലോക ഭൂപടത്തിൽ ഇടം പിടിച്ചതെന്ന് പറയരുതേന്ന് ദയവേത്. അയ്യോ, ഞാൻ പറഞ്ഞത് വാജ്പേയി പ്രധാനമന്ത്രി വാജ്പേയി ഇവിടെ വന്നതിന്റെ പേരില ലോകത്തിന്റെ ശരി അത് കേട്ടില്ലേ? അത് സമ്മതിച്ചു അല്ല തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം ബഹുമാനപ്പെട്ട വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത് ക്രിസ്മസിനാണ്, 25-ാം തീയതി ഡിസംബർ. ആ ഒരാഴ്ച അദ്ദേഹം സ്പെൻഡ് ചെയ്തത് അന്ന് കാര്യമായിട്ട് ആരും പോകാതിരുന്ന ഒരു മീൻപിടുത്തക്കാരുടെയും സാധാരണ നാട്ടിൽ ഒരു ഗ്രാമമായിട്ട് കൊമരത്ത് വന്നപ്പോൾ ലോക വിനോദ ഭൂപടത്തിൽ അത് സ്ഥാനം നേടി. ഇന്ന് 12ാം സ്ഥാനം അലങ്കരിക്കുകയാണ്. ഇന്ന് അവിടുത്തെ പ്രായം ചെന്നവർ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഒരു പ്രത്യേക കൾച്ചറാണ് കുമരകത്തിന്. തേക്കടിയുടെയും നമ്മുടെ മറ്റു മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലെയും ഓളത്തിന്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇതിനെ എല്ലാം മാറ്റിമറിച്ചുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പോകുക കേരളത്തിൽ. നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. മൈൻഡ് സെറ്റ് മാറണം. യെസ്, നമ്മുടെ ആ മാനസികാവസ്ഥ നമ്മൾ മാറ്റി എടുക്കണം. യെസ്, അത് മാത്രമല്ല വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല. റെജി 100% യോജിക്കുന്നു. കെ വി രാജശേഖരൻ സാർ, ഒറ്റ മിനിറ്റ്. കെ വി രാജശേഖരൻ സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സാറ് തിരുവിതാംകൂർ രാജഭരണം അന്ന് പ്ലാൻ ചെയ്തൊരു പദ്ധതി, ആലോചനയിൽ ഉണ്ടായിരുന്നൊരു പദ്ധതിയാണ് ഇത്. ഇപ്പോൾ 8 പതിറ്റാണ്ടിന് ശേഷമാണ് യാഥാർത്ഥ്യമാവുന്നത്. ഇപ്പം മാറി മാറി വന്ന ഭരണകൂടങ്ങൾ, അവരുടെ ഒക്കെ പിടിപ്പുകേട്, അത് കാരണമല്ലേ ഈ പദ്ധതി ഇങ്ങനെ അതിൽ കാലതാമസം ഉണ്ടായത്? പ്രകൃതി കേരളത്തിനും ഭാരതത്തിനും കനിഞ്ഞു തന്ന ഏറ്റവും വലിയ ഒരടിസ്ഥാന വികസന സാഹചര്യം, അത് പ്രയോജനപ്പെടുത്തുന്നതിന് കേരളവും ഒരു പരിധിവരെ ഭാരതവും വളരെയേറെ താമസിച്ചു. ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങളിൽ പൊതുവെ യോജിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ ഇന്നലെ ആരെന്ത് ചെയ്തെന്നും ഇന്നലെ ആരെന്ത് ചെയ്തില്ലെന്നും ആരെന്ത് മനോഭാവം എടുത്തിരുന്നു എന്നുള്ളതൊന്നും അല്ല പ്രധാനം. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ വരവോടുകൂടി കുമരകം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്ന ശൈലിയിൽ, അല്ലെങ്കിൽ അടുത്ത കാലത്ത് നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ വന്നതോടുകൂടി ലക്ഷദ്വീപ് ലോകത്തിൻ്റെ ശ്രദ്ധയിലും വിനോദസഞ്ചാര ഭൂപടത്തിലും അർഹമായ സ്ഥാനം പിടിച്ചതുപോലെ ഭാരതത്തിന് അനുഗ്രഹമായും കേരളത്തിൻ്റെ ഈ വിഴിഞ്ഞം പദ്ധതി മാറുവാൻ പോകുന്നു എന്നുള്ളത് വരുന്ന തലമുറകൾക്ക് പ്രതീക്ഷയ്ക്ക് വഴി നൽകുന്നതാണ്. ഇതിന് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയാണെങ്കിലും
കാലതാമസം ഉണ്ടായതിനെക്കുറിച്ച് സ്വയം വിലയിരുത്തിയിട്ട് ഇനിയും വരേണ്ടതായ ഇതുപോലുള്ള ബൃഹത് പദ്ധതികൾക്ക് കാലതാമസത്തിന് വഴി കൊടുക്കരുത്. ഏറ്റവും പ്രഥമമായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ചു നിൽക്കണം. ഒപ്പം തന്നെ അതിനെ പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന NGO-കളെ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, സന്നദ്ധ സംഘടനയുടെ പേര് പറഞ്ഞ് പലപ്പോഴും വിദേശ പണം വരവിന് വഴിയൊരുക്കുന്ന പ്രസ്ഥാനങ്ങളായി സ്വയം മാറിക്കൊണ്ട്, അത് കൂടംകുളത്താണെങ്കിലും വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വികസനത്തിൻ്റെ വഴിമുടക്കാൻ വരുമ്പം അവിടെ ജനകീയ ശക്തി, ജനകീയ കൂട്ടായ്മ ഇടതെന്നോ വലതെന്നോ BJP എന്നോ നോക്കാതെ അതേ സമയത്ത് തന്നെ ജനങ്ങളുടെ ന്യായമായ പദ്ധതികളെയും പരിസ്ഥിതി വിഷയങ്ങളെയും വേണ്ടത്ര പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ കേരളത്തിന് വികസിക്കാൻ കഴിയുള്ളൂ, ഭാരതത്തിന് വികസിക്കാൻ കഴിയുള്ളൂ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നിതിൻ ഗഡ്കരി, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു കാര്യം പറയുണ്ടായി. അമേരിക്ക വികസിച്ചത് കൊണ്ടല്ല അമേരിക്കയിൽ റോഡുകൾ ഉണ്ടായത്, അമേരിക്കയിൽ റോഡുകൾ ഉള്ളത് ഉണ്ടായതുകൊണ്ട്, റോഡ് സൗകര്യം പരമാവധി ഉണ്ടായത് കൊണ്ടാണ് അമേരിക്ക വികസിച്ചതെന്ന് എന്ന് പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ പരമാവധിയിലേക്ക് പോകണം. പ്രകൃതിയോട് സ്നേഹത്തോടു കൂടി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനത്തിൻ്റെ മാതൃക മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പം അവിടെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കഴിഞ്ഞ കാലത്തെ അബദ്ധങ്ങളാക്കി മാറ്റിവെച്ചുകൊണ്ട് പുതിയ കാലത്തെ വെല്ലുവിളികളെ സ്വീകരിക്കുവാൻ കൃത്യമായും പോകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, സിംഗപ്പൂരിനും ദുബൈക്കുമൊക്കെ വെല്ലുവിളിയാണ്. അതുപോലെ മറ്റ് ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഇതൊരു വെല്ലുവിളിയാണ്. അവരുടെയൊക്കെ പല സാമ്പത്തിക നേട്ടങ്ങളെയും പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ സപ്ലൈ ചെയിനിലേക്ക് ഭാരതം അതിൻ്റെ അർഹിക്കുന്ന പങ്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപക്ഷെ അറേബ്യയിൽ നിന്നും മറ്റും വ്യവസായത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്ന ആളുകൾ, നമ്മുടെ വിഭവങ്ങൾ തേടി വന്ന ആളുകൾ അന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നെങ്കിൽ ഇന്ന് നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. എക്സ്പോർട്ട് ചെയ്യാനുള്ള വിഭവങ്ങൾ നമ്മളിലുണ്ട്. സ്വാഭാവികമായും പ്രകൃതി തന്ന നമ്മുടെ തീരത്തോടടുത്തുള്ള ആ തുറമുഖ സൗകര്യമുണ്ട്. സ്വാഭാവികമായ ആഴം എല്ലാം നമുക്ക് അനുകൂലമാണ്. ഈ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഇതിനെ ഒരു മാതൃകയാക്കി കരുതിക്കൊണ്ട് ഇവിടെ വന്ന താമസങ്ങൾ, കാലതാമസങ്ങൾ, വഴി തടസ്സങ്ങൾ എല്ലാം മാറുന്നതിനുള്ള പ്രേരണയായിട്ട് ഇത് മാറുകയും ചെയ്യണം. അവിടെയാണ് മൂക്ക് മുറിച്ചും വഴി മുടക്കും എന്ന് കരുതി ദുശ്ശകുനം സൃഷ്ടിക്കാൻ പോകുന്ന വികസന വിരോധികൾ ആരായാലും, ഏത് പാർട്ടിയിൽപ്പെട്ടാലും, ഏത് സമുദായത്തിൽപ്പെട്ടാലും, ഏത് സാമൂഹിക പ്രസ്ഥാനങ്ങളായ NGO ആയിട്ട് ബന്ധപ്പെട്ടാലും അവരെയൊക്കെ ഒറ്റപ്പെടുത്താൻ കഴിയണം. അവരുടെ വിലപേശുകൾ പലപ്പോഴും വിലപേശിയാണ്. ആ വിലപേശലുകളെ തിരിച്ചറിഞ്ഞ് അതിന് തടയിടുവാനും സമൂഹം തയ്യാറാവണം, സർക്കാർ തയ്യാറാവണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, പെട്ടെന്ന് റജി, പ്ലീസ്. അനിലെ, നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് പല രീതിയിലുള്ള ഈ സഞ്ചാര സൗകര്യങ്ങൾ കുറയുന്നതിന്റെ പേരിലാണ് അത് വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ അതേസമയം നമ്മുടെ ഈ പറയുന്ന തുറമുഖം, വിഴിഞ്ഞം തുറമുഖം അതിൽ നിന്ന് വരാൻ പോകുന്ന അതിന്റെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന അതിന്റെ ഹൈപ്പ് എന്ന് പറയുന്നത് അവിശ്വസനീയമായ തലങ്ങളിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ടൂറിസം സെക്ഷൻ കേരളത്തെ ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്യപ്പെടും. കേരളം ആട്ടിപ്പൊട്ടി മാറും. തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലാം ഇതിനുള്ള മാറ്റങ്ങൾ ഭയങ്കര മാറട്ടെ റജി. മാറുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ സതീഷ് ഗോപി, താമസിച്ച് വന്നയാളായിട്ട് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. പെട്ടെന്ന്. അല്ല, ഞാൻ താമസിച്ച് വന്നതാണ്. ഒരു വാചകം ഒന്ന് പ്ലീസ്. പറയാം. അത് ടൂറിസത്തിന് വിദേശ സഞ്ചാരികളെ ആകർഷിക്കണമെങ്കിൽ ഇന്റേണൽ ടൂറിസം,
അതായത് സ്വച്ഛ ഭാരതത്തിൻ്റെ സങ്കല്പം മനസ്സിലാക്കിക്കൊണ്ട് തദ്ദേശീയമായ ഈ വിനോദയാത്രകൾക്ക് അതായത് സ്റ്റേറ്റിനകത്തുള്ള ടൂറിസം സാധ്യതകളെ പരമാവധി നല്ലതും വൃത്തിയുള്ളതും ഭംഗിയുമാക്കണം. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പം കേരളത്തില് വൃത്തിയും ഇൻഫ്രാസ്ട്രക്ചറും വഴിയും ഉണ്ടാവണം. അതിനാവണം അടുത്ത ശ്രമം. ഓക്കെ, ശ്രീ സതീഷ് ഗോപി പ്ലീസ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഇവിടെ 24,000 കണ്ടെയ്നർ കയറ്റുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായ എവർഗ്രീൻ വന്നാൽ അത്രയും ഔട്ട്പുട്ട് നമുക്കുണ്ടാകുമെന്ന്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിഴിഞ്ഞത്ത് വന്നിറങ്ങുന്ന കണ്ടെയ്നർ, വിഴിഞ്ഞത്ത് നിന്ന് കയറിപ്പോകുന്ന കണ്ടെയ്നർ കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മൊത്തമാണ്. ഇതിന് ഇവിടുത്തെ മാക്സിമം ഔട്ട്പുട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1 മില്യൺ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് പറഞ്ഞിരിക്കുന്നത്. 1 മില്യൺ കണ്ടെയ്നർ പിന്നീട് വിഴിഞ്ഞം ആദ്യത്തെ ഒരു ഫേസിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ 2, 3, 4 പിന്നീട് തുറമുഖത്തിൻ്റെ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ 2028 പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2028 പൂർത്തീകരിക്കുമ്പോൾ ഇതിൻ്റെ നമുക്ക് വിഴിഞ്ഞത്തിന് കൈകാര്യം ചെയ്യാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം എത്ര നമുക്ക് നോക്കാം. പക്ഷെ അത് ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമായ ചൈനയിലെ ഷാങ്ഹായ് തുറമുഖം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ മൊത്തം പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന കാർഗോയേക്കാൾ കൂടുതലാണ്. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ പറയുമ്പോൾ നമ്മൾ ആ രീതിയിലോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിന് സംശയത്തിന് ഇടം നൽകുന്നില്ല. കാരണം ഇത് ഇന്ത്യയിലേക്ക് മൊത്തം പോകേണ്ടതാണ്. മറ്റ് രാജ്യങ്ങളിലേക്കും പ്ലസ് റോഡ് മാർഗവും റെയിൽ മാർഗവും ഇന്ത്യക്കകത്തേക്കും ഇന്ത്യയിലെ മറ്റ് പോർട്ടുകളിലേക്കുള്ള ട്രാൻസ്ഷിപ്മെൻ്റ് ആയിട്ടും ഇത് വിഭാവനം ചെയ്തു വരുന്നു. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, അത് പിന്നെ റെജി ലൂക്കോസ് സാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിനോട് കൂടി ചേർന്നിട്ട് ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി നമ്മൾ തുടങ്ങണം. ആ തുടങ്ങുന്നതിൽ ഇതുപോലെ നാട്ടിക്കൽ സയൻസും മറൈൻ എഞ്ചിനീയറിങ്ങും ഒക്കെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ച് ആൾക്കാരെ, കുട്ടികളെ സജ്ജമാക്കി നിർത്തണം. അങ്ങനെ സജ്ജമാക്കി നിർത്തിയാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റിയിൽ പങ്കാളികളാവാനും അവർക്ക് ഭാരതത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ പങ്കാളികളാവാനും സാധിക്കും. അത് രണ്ടാമത്തെ പോയിന്റ്. അതിനൊപ്പം തന്നെ നമ്മൾ എത്രയോ കൊല്ലമായി പറയുന്ന ഇൻലാൻഡ് നാവിഗേഷൻ, മഹാരാജാവിൻ്റെ കാലത്ത്, ഞാൻ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയമായിട്ടല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. മഹാരാജാവിൻ്റെ കാലത്ത് നമ്മളെ വർക്കല വഴി നേരെ കൊല്ലം, അതുവഴി നേരെ അങ്ങ് കൊടുങ്ങല്ലൂർ വരെ നമ്മൾ ഇൻലാൻഡ് നാവിഗേഷൻ പോയിരുന്നു. ആ ഇൻലാൻഡ് നാവിഗേഷൻ കേരളത്തിന് ഏറ്റവും റെജി ലൂക്കോസ് സാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പൂർത്തിയായി കഴിഞ്ഞാൽ റോഡ് വഴിയുള്ള ഗതാഗതം നമുക്ക് ഒരു പരിധിവരെ ഗതാഗതക്കുരുക്ക് നമുക്ക് ഒഴിവാക്കാം. ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്. കണ്ടെയ്നർ ഇൻലാൻഡ് നാവിഗേഷനിലൂടെയും ഈസി ആയിട്ട് പോകും. ആ ഒരു കാര്യത്തിനും കൂടെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകണം. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, കേരളത്തിലെ ആവശ്യമായ വ്യവസായ സ്ഥാപനങ്ങൾ, ഇപ്പോൾ കണ്ടെയ്നർ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ആണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സാറിനത് നോക്കാം, നമ്മുടെ ഇന്ത്യ ടുഡേയിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ഷോർട്ടേജ് വരുന്നുണ്ട്. ആ കണ്ടെയ്നർ ഷോർട്ടേജ് വരുന്നത് നമ്മുടെ ഈ കയറ്റുമതി ഇറക്കുമതിയെ ബാധിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് വന്നു. പണ്ട് നമ്മുടെ എറണാകുളത്ത് അരൂരിലെ ബാൽമർ ആൻഡ് ലാവറി കമ്പനിയുടെ ഒരു കണ്ടെയ്നർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ പൂട്ടിപ്പോയി. കാരണം ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം എന്തോ ആയിക്കോട്ടെ. പക്ഷേ അതേപോലെ ഒരു 10-20 യൂണിറ്റ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇതിന് അനുബന്ധമായിട്ടുള്ള വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ അതിനാണ് കൊടുക്കേണ്ടത്. കണ്ടെയ്നർ വളരെ കൂടിയ വിലയ്ക്കാണ് നമ്മൾ ചൈനയിൽ നിന്ന് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. അത് മാറണം. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആവണം. നമ്മുടെ കേരളത്തിലെ ഉദ്യോഗങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രാമുഖ്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഷിപ്പിനും വെള്ളം സപ്ലൈ ചെയ്യാനുള്ള, അതായത് പ്യുവർ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ മാംസം കൊടുക്കാനും മുട്ട കൊടുക്കാനും പാല് കൊടുക്കാനും പച്ചക്കറി കൊടുക്കാനും ഒക്കെ ഇപ്പോഴേ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഒരു ഷിപ്പ് വന്ന് നിൽക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും, അതിന് നമ്മൾ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ സ്വയം സജ്ജമാകണം. അത് മാത്രമല്ല, ഒരു ഷിപ്പ് വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ ഡക്കിൽ വരുന്ന ബിൽജ് ഓയിൽ, ആ ബിൽജ് ഓയിൽ ക്ലീൻ ചെയ്ത് മാറ്റുന്നെങ്കിൽ ഒരു മണിക്കൂറിന് $60 മുതൽ $80 വരെയാണ്.
നമ്മുടെ കുട്ടികൾക്ക് ഒരു മണിക്കൂറിന് $60 മുതൽ $80 കിട്ടുക എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആളിന് എത്ര ഡോളർ? കാരണം ഷിപ്പിലെ എല്ലാം എന്ന് പറഞ്ഞാൽ രൂപയിലല്ല, ഡോളറിലാണ്. അതിനൊക്കെ നമ്മൾ ആൾക്കാരെ സജ്ജമാക്കി നിർത്തിയാൽ നമ്മുടെ നാട്ടിൽ നിന്നും തൊഴിൽ തേടി പോകുന്ന, വിദേശത്തോട്ട് പോകുന്ന ആൾക്കാരെ മൊത്തം നമുക്ക് വിഴിഞ്ഞത്തിലോട്ട് ഫോക്കസ് ചെയ്യിക്കാൻ കഴിയും. നമുക്ക് ആരും ഇവിടെ വിദേശത്ത് നിന്ന് ഇവിടെ ആള് വേണ്ടി വരും സാർ. ഇത് ഞാൻ പറയുന്നത് മുഖവിലേക്ക് എടുക്കണം, ഇത് ചിരിച്ചു കളയണ്ട. വിഴിഞ്ഞ പൂർണ്ണ ശക്തിയിലാവുമ്പോൾ, നിക്കോബാറിൽ മദർ പോർട്ട് വരുമ്പോൾ വെളി രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വരും, ജോലി ചെയ്യാൻ ആൾക്കാർ വരും. ഇത് അടിവരയിട്ട് സാർ അത് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്തായാലും എത്രയോ നിരവധി നല്ല നിർദ്ദേശങ്ങളാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. അതായത് ഈ തൊഴിലവസരങ്ങളുടെ ഒരു മഹാസാഗരത്തിലാണ് ഇന്നിപ്പോൾ മദർഷിപ്പ് നങ്കൂരമിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ ആ സാധ്യതകളൊക്കെ നമ്മുടെ ഭരണകൂടം പ്രയോജനപ്പെടുത്തും. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ മാരിടൈം യൂണിവേഴ്സിറ്റി, യെസ് നടുവിഷാദ പെട്ടെന്ന് ഈ ഒരു മാരിടൈം സംസ്കാരത്തിൻ്റെ മാറ്റത്തിനകത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജേർണലിസം. ഈ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് വടക്ക് കാസർഗോഡ് വരെ നമ്മൾ എടുത്തിയാൽ നമ്മളുടെ നാട്ടിൽ 95% ഓഫ് ദ വേൾഡ് ട്രേഡ് നടക്കപ്പെടുന്ന ഇത്രയും വലിയ ഒരു സംരംഭത്തിൽ എത്ര മാരിടൈം ജേർണലിസ്റ്റുകളുണ്ട്? നമ്മുടെ പ്രസ് ക്ലബ്ബുകളും മീഡിയ അക്കാഡമികളും അത്തരത്തിലേക്കുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരണം. അതുപോലെ തന്നെ 3,45,00,000 കേസുകൾ ഇന്ത്യയിൽ പെൻഡിംഗ് ഉണ്ട്. മാരിടൈം ഡിസ്പ്യൂട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മാരിടൈം ആർബിട്രേഷൻ സെൻറ്റർ കൊണ്ടുവരണം. നമ്മൾ മാരിടൈമിനെ കാണുന്ന സമയത്ത് നമ്മൾ പെരിഫറലായിട്ട് സംസാരിക്കുന്നതിന് പകരം ഇപ്പം 2030 20 ലക്ഷം കോടി ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ വരുന്നുവെന്നും 3 ലക്ഷം കോടി എംപ്ലോയ്മെൻറ്റ് 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നെന്നും ലോകരാജ്യങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യത്തക്ക തരത്തിലേക്ക് നമ്മൾക്കിതെല്ലാം കൊണ്ടുവരണം എങ്കിൽ നമ്മൾ ഓരോ വ്യക്തിയും ഗവൺമെൻറ്റിൻ്റെ മാത്രം മണ്ടയ്ക്ക് ഈ കാര്യങ്ങളെ വെച്ചു കൊടുക്കാതെ ഓരോരുത്തരും അവരോരോട് ചോദിച്ചിട്ട് ഓരോ പോസ്റ്റിലും ഇരിക്കുന്നവർ ചിന്തിക്കണം. തൽക്കാലം ഈ കാറോ അല്ലെങ്കിൽ കൊടിയോ ബാക്കി അല്ല, ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഇതിനകത്തുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു സ്വാതന്ത്ര്യ സമരം. മാരിടൈം റവല്യൂഷൻ്റെ ഒരു സ്വാതന്ത്ര്യ സമരത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാകണം. ആശയങ്ങളും അറിവുമായിട്ട് വരുന്നവരെ തടയിട്ട് അവരെ ചൈനയുടെ വൻമതിലിനപ്പുറത്ത് നിർത്താൻ ശ്രമിച്ചാലൊന്നും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് പോകും, നാട്ടിൽ വൃദ്ധസദനം വളരും എന്നുള്ളത് മാത്രമാണ്. സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. തീർച്ചയായും എന്തായാലും വളരെ സാർത്ഥകമായുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കേരളം മാറട്ടെ, ഭാരതം മാറട്ടെ. പറഞ്ഞതുപോലെ ഒരു മാരിടൈം മേഖലയിൽ ഒരു വലിയൊരു വിപ്ലവം ഉണ്ടാവട്ടെ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും